ഇനി ഞാൻ തയ്യാറാക്കുന്നത് പച്ച ചെമ്മീൻ വെച്ചിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് പകുതിയാക്കാൻ പോവാണ്, കാരണം കുറച്ച് വലിയ ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പം ചെമ്മീനിലൊട്ടും വെള്ളം പാടില്ല. അതിന് ശേഷം നമുക്കത് വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ച് മറിച്ച് വിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പം എന്താ മീൻ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ വേണമെങ്കിൽ അച്ചാറിടാം. ഞാനിപ്പം സെപ്പറേറ്റ് നല്ലെണ്ണയിലാണ് അച്ചാറിടുന്നത്. അപ്പം നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നീളത്തിലരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പോയി നന്നായി വഴറ്റി എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അച്ചാറിടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 തണ്ടോളം കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഞാൻ ഉലുവ കടുക് പൊട്ടിച്ചപ്പോൾ ചേർത്തില്ല, പൊടിച്ചാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് അതിന് അച്ചാറിന് നല്ലൊരു കളറും കൂടെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം ചെമ്മീൻ വെച്ചിട്ടുള്ള അച്ചാറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എരിവൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മീനിൽ നമ്മൾ നേരത്തെ വറുത്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നോക്കി ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മസാലയ്ക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല. അച്ചാർ നമുക്ക് ഒരു തൊട്ട് കൂട്ടാൻ പാകത്തിനുള്ള ചാറ് മതി, അതായിരിക്കും എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക. ഉണ്ടോ നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം വറ്റി പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മീൻ ഇരിക്കും തോറും അതിൻ്റെ ആ ചാറൊക്കെ ഒന്ന് വറ്റിപ്പോവും, പച്ചമീനല്ലേ. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്നും കൂടെ നോക്കണം. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഇന്നത് ഉപയോഗിക്കരുത്. നന്നായി തണുത്തതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പും പുളിയും എരിവും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ മീനാണെങ്കിൽ ഏത് മീനാണെങ്കിലും നമ്മൾ കുറച്ച് ഉണ്ടാക്കിയെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഒരുപാട് ദിവസം ഇരിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.